കൈവിട്ട് റഷ്യയും. ഇറാൻ ഗുരുതരമായ അപകടത്തിലെന്നും ഇറാനിലെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പും അപകടത്തിലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയത്തുള്ള ഖൊമേനി നേരിട്ട് വിളിച്ചറിയിച്ചു. ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ ഈ യുദ്ധം ബാധിക്കുമെന്നും ലോകത്ത് ഇറാന് പിന്തുണ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇറാന്റെ സുപ്രീം നേതാവ് അലി ഖമേനിക്ക് ഗുരുതരമായ മുന്നറിയിപ്പ് നൽകിയതായി അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് മണ്ടത്തരമായിരിക്കുമെന്നും അമേരിക്കയുമായി ഇറാൻ ചർച്ചകൾ നടത്തണമെന്നും അതിനുള്ള വഴി താൻ ഒരുക്കാമെന്നും റഷ്യൻ പ്രസിഡന്റ് ആയത്തുള്ള ഖൊമേനിയെ അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ നിർബന്ധപ്രകാരം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷം പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടു. ട്രംപും പുടിനും നടത്തിയ ചർച്ച ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നു. എന്നാൽ ഇറാന്റെ ഉറപ്പ് ലഭിക്കാതെ ഇസ്രയേലിനെ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ താൻ ഇടപെടില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ നടത്തുന്ന പ്രവർത്തനം എന്തെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. സമാധാനത്തോടെ കഴിയുന്ന രാജ്യങ്ങളിൽ ഇസ്ലാമിക് ഭീകര ആശയങ്ങൾ കയറ്റിയയച്ച് ഭീകരത ഉണ്ടാക്കുകയാണ്. ഇതിനായി ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതെല്ലാം ഇറാൻ തിരുത്തിയേ പറ്റൂ എന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുടിനോട് പറഞ്ഞതായും സൂചനകളുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തെ ചുറ്റിപ്പറ്റിയുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ റഷ്യ സജീവമായ പങ്ക് വഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലി മാധ്യമമായ ഹായോം ഇത് സ്ഥിരീകരിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ചതും ചർച്ച ചെയ്തതും. ഇസ്രയേൽ യുദ്ധത്തിൽ നിന്നും പിന്മാറിയാലേ ഇറാനും യുദ്ധം നിർത്താം എന്നാണ് ആയത്തുള്ള അലി ഖൊമേനിയുടെ നിലപാട്. ഇസ്രയേലിനെ നിയന്ത്രിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയ സംഭാഷണത്തിന് ശേഷമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് ഖമേനിയെ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയത്. തീക്കളിയാണ് നടത്തുന്നത് എന്നും കാര്യങ്ങൾ വിചാരിച്ചതിലും ഗൗരവമാണെന്നും പുടിൻ ഖമേനിയെ ധരിപ്പിച്ചു. ഇറാന്റെ ആയുധ പങ്കാളിയാണ് റഷ്യ. ഇറാന് നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് റഷ്യ നശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഇറാന്റെ ആകാശത്ത് വട്ടമിട്ട് പറന്ന് ബോംബിടുന്ന വിമാനങ്ങൾക്കെതിരെ ഇറാന് വ്യോമ പ്രതിരോധമൊന്നുമില്ല. റഷ്യയുടെ വ്യോമ പ്രതിരോധം ഇസ്രയേൽ നിസ്സാരമായി ആദ്യ ദിവസം തന്നെ തകർത്തത് റഷ്യയെയും ഞെട്ടിക്കുകയായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് പുടിൻ ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിക്ക് മുന്നറിയിപ്പ് നൽകിയത്. വരാൻ പോകുന്ന ഫലങ്ങൾ പുടിൻ ഖമേനിയെ അറിയിക്കുകയും ചർച്ചകളിലേക്ക് വേഗത്തിൽ നീങ്ങാൻ ഉപദേശിക്കുകയും ചെയ്തു. കൂടാതെ ടെഹ്റാനിൽ നിന്ന് റഷ്യൻ എംബസി ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാൻ പുടിൻ ഉത്തരവിട്ടു. ഇതിനിടെ പുടിനുമായി ചർച്ച നടത്തിയത് സംബന്ധിച്ച് ട്രംപ് പരസ്യമായി പ്രസ്താവന നടത്തി. ഇസ്രയേലിനും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ പുടിന്റെ പങ്കാളിത്തത്തോട് തുറന്ന മനസ്സോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച ABC ന്യൂസിനോട് സംസാരിച്ചു. അദ്ദേഹം എന്നെ വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചു എന്നും ഞങ്ങൾ ഒരു നീണ്ട സംഭാഷണം നടത്തിയെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിനിടെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം വൻതോതിൽ ഇസ്രായേൽ നശിപ്പിച്ചു. ഇറാനെ നിരായുധീകരിക്കുന്ന പദ്ധതിയാണിത്. നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഡസൻ കണക്കിന് ലോഞ്ചറുകൾക്കും നേരെ ആക്രമണം നടത്തിയതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. 3000 എണ്ണമുണ്ടായിരുന്ന ഇറാന്റെ ബാലിസ്റ്റിക് ശേഖരത്തിൽ ഇപ്പോൾ 2000 കുറഞ്ഞു എന്നും 1000-ഓളം മിസൈലുകൾ തകർത്തുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. മിസൈൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ കഴിവിനെ ഗണ്യമായി ദുർബലപ്പെടുത്തുന്നു എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമാനോസ്.